الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സമാധാരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ശരിയാം വിധം പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ, സച്ചരിതരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ അനന്തകോടി ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ. പല മേഖലകളിലും മനുഷ്യനേക്കാൾ കഴിവുകളുള്ള ഒട്ടധികം ജീവി വർഗങ്ങളുണ്ട്. പക്ഷെ അവയെക്കാളെല്ലാം ഉത്കൃഷ്ടമായ പദവി നൽകി ആദരിക്കപ്പെട്ടവൻ മനുഷ്യനാണ്. ഇത് കേവലം നമ്മുടെ ഒരു അവകാശവാദമല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും പടയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ രക്ഷിതാവിന്റെ സമ്മതപത്രമാണ്. 17-ാമത്തെ സൂറയിലെ 70-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാകും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാകും മിനത് ത്വയ്യിബാത്ത് വഫളൽനാകും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവരെ വാഹനത്തിൽ വഹിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ സൃഷ്ടികളിൽ മിക്കതിനേക്കാളും മനുഷ്യന് നാം ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ശ്രേഷ്ഠതയ്ക്കുള്ള അടിസ്ഥാനപരമായ കാരണം? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തികളുടെ ജീവി മനുഷ്യനാണോ? തീർച്ചയായുമല്ല. ഏറ്റവും കൂടുതൽ കേൾവി ശക്തിയുള്ള ജീവി മനുഷ്യനാണോ? അല്ലയല്ല.
ഏറ്റവും കൂടുതൽ മണത്തറിയാൻ കഴിവുള്ള ഘ്രാണശക്തിയുള്ള ജീവി മനുഷ്യനാണോ? അല്ല തന്നെ. ഏറ്റവും കൂടുതൽ കായിക ബലമുള്ള ജീവി മനുഷ്യനാണോ? ഒരിക്കലുമല്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ മനുഷ്യനേക്കാൾ കഴിവുകളുള്ള ഒട്ടധികം ജീവി വർഗങ്ങളുണ്ട്. കഴുകന്റെ കാഴ്ചശക്തി നമുക്കില്ല. പൂച്ചയുടെ കേൾവിശക്തി മനുഷ്യനില്ല. നായയുടെ സ്രാവിന്റെ മണത്തറിയാനുള്ള കഴിവ് മനുഷ്യനില്ല. ആനയുടെ, പുലിയുടെ, നരിയുടെ, ബീവറിന്റെ ഒക്കെ കായിക ബലം തീർച്ചയായും മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ വ്യത്യസ്തമായ കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ള ജീവി വർഗങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന അനിതരമായ ബുദ്ധിശക്തി കൊണ്ട് മനുഷ്യൻ ആദരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവി വർഗങ്ങൾക്കൊന്നും തന്നെ നൽകിയിട്ടില്ലാത്ത ഉത്കൃഷ്ടമായ പദവി മനുഷ്യന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ബുദ്ധിശക്തി, ഈ ചിന്താശക്തി, ഈ വിവേചന ശക്തി നാം ശരിയായ വിധം പ്രയോജനപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള കണ്ണുകൊണ്ട് കാണേണ്ടത് കാണണം, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കണം, ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. അഫലം യസീറു ഫിൽ അർദ് ഫതകൂൻ ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നക ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൻ ലതി ഫിസ് സുദൂർ. അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ? അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധി, ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ലേ? കണ്ണുകൊണ്ട് അവർ കാണുന്നില്ലേ? കാതുകൊണ്ട് അവർ കേൾക്കുന്നില്ലേ? തീർച്ചയായും മനുഷ്യന്റെ കണ്ണുകൾക്കല്ല ആദ്യം ബാധിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൻ ലതി ഫിസ് സുദൂർ. മനുഷ്യന്റെ നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. അതുകൊണ്ട് അന്ധത ബാധിച്ചിട്ടുള്ള വ്യക്തികളായി മാറുവാൻ നാം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധിശക്തി, ചിന്താശക്തി നാം ശരിയാം വിധം പ്രയോജനപ്പെടുത്തണം. അതിന് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ വ്യാപാരം ശരിയാം വിധം നടക്കണമെങ്കിൽ, കാര്യക്ഷമത നിലനിർത്താൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ബുദ്ധിയുടെ കാര്യക്ഷമത നിലനിർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. വായിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവന്റെ ബുദ്ധി മുരടിച്ചു പോകും. ബുദ്ധി മുരടിച്ചിട്ടുള്ള വ്യക്തി കൂമ്പടഞ്ഞ വൃക്ഷത്തെ പോലെയാണ്. അതുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ പ്രഥമ വചനം തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഈ വായന എന്ന് പറയുന്നത് കേവലം ഉപരിപ്ലവമായ ഒരു വായനയല്ല, ബാഹ്യതലസ്പർശിയായ ഒരു വായനയല്ല. മനുഷ്യന്റെ അകക്കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്ന, ഉൾക്കാഴ്ച പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന വായനയെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനെ അറിയാൻ സാധിക്കുന്ന, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള വ്യത്യസ്തമായ നിയമങ്ങളെ വായിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടുന്നതിന് വേണ്ടി, അവനെ വണങ്ങുവാൻ വേണ്ടി മനുഷ്യന് പ്രേരണ നൽകുന്ന അനിതരമായ ഒരു വായനയെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്.
ആ വായന എന്ന് പറയുന്നത് വിശ്വാസമായി രൂപം കൊള്ളുന്ന, വിശ്വാസം ഒരു ആദർശമായി തീരുന്ന, ആദർശം ഒരു സംസ്കാരമായി പരിവർത്തിക്കുന്ന അതുല്യമായ വായനയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ സംയുക്തമായ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കൂ. വറബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ അത്യുദാരനത്രേ. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചിരിക്കുന്നു. അറിവിന്റെ അനന്തമായ മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള ശേഷി മനുഷ്യന് നൽകിയിട്ടുള്ള, തൂലിക പിടിക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള, അറിവ് ആർജിക്കുവാനും അറിവ് സൃഷ്ടിക്കുവാനും ആർജിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള അറിവ് തലമുറയായി കൈമാറുവാനുമുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്നു. ആ കഴിവ് നീ പ്രയോജനപ്പെടുത്തണം. മറ്റു സൃഷ്ടിജാലങ്ങൾക്കൊന്നും തന്നെ നൽകിയിട്ടില്ലാത്ത അനിതരമായ ഒരു കഴിവാണത്. മനുഷ്യന് സാധ്യമാകുന്നത് പോലെ വായിക്കുവാൻ, എഴുതുവാൻ, ചിന്തിക്കുവാൻ, അറിവ് സ്വായത്തമാക്കുവാൻ, അറിവ് പകർന്നു കൊടുക്കുവാൻ, തലമുറയായി കൈമാറിക്കൊണ്ടു പോകുവാൻ മറ്റു ജീവി വർഗങ്ങൾക്കൊന്നും തന്നെ സാധ്യമല്ല. മനുഷ്യനാണത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനിതരമായ കഴിവ് മനുഷ്യൻ പ്രയോജനപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഉന്നതമായ വായനാ സംസ്കാരത്തിന്റെ ഉടമയായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കണം. തീർച്ചയായും ആ വായനാ സംസ്കാരത്തിന്റെ ഉടമയായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നാം ജീവിച്ചുകൊണ്ട് മരിച്ചവനെ പോലെയാണ്. വായിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും വായിക്കാത്തവൻ മരിച്ചവനെ പോലെയുമാണ് എന്നാണ് ഒരു തത്വജ്ഞാനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം ജീവിച്ചുകൊണ്ടിരിക്കെ മരിച്ചവരായി മാറാൻ പാടില്ല, ജീവനുള്ളവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനിതരമായ ഈ കഴിവ് നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ആലോചിച്ചു നോക്കുക, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം അത് ശരിയാകുന്ന നാം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിലോ? പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള കൈ, ആ കൈ നാം ചലിപ്പിക്കാതെ ഒരിടത്ത് വെക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള കാല് അത് ഉപയോഗിച്ചുകൊണ്ട് തീരെ നാം നടക്കുന്നില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ, രുചി അറിയാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള നാവ് അത് അതിനു വേണ്ടി നാം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മെ പറ്റി എന്താണ് പറയേണ്ടത്? യഥാർത്ഥത്തിൽ അതേ പ്രകാരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഹൃദയം, ബുദ്ധിശക്തി അത് ശരിയായ വിധം പ്രയോജനപ്പെടുത്താതെ അടക്കി ഒതുക്കി വെക്കുന്നവരെ സംബന്ധിച്ചും നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ കഴിവ് ശരിയായ വിധം പ്രയോജനപ്പെടുത്തിയും അറിവിന്റെ അനന്തമായ മേഖലകളിലേക്ക് ഉയർന്ന വായനയിലൂടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധ്യമാക്കേണ്ടത്. അറിവിന്റെ മേഖലയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി ശ്രമിക്കാതെ, ഉന്നതമായ വായനാ സംസ്കാരത്തിന്റെ ഉടമയായി മാറാതെ, എനിക്ക് ഇപ്പോൾ കിട്ടിയ അറിവ് തന്നെ മതി, അതിനപ്പുറത്തേക്ക് ഞാനിനി വായിക്കേണ്ടതില്ല, ഞാൻ ആ വായിക്കുന്ന സമയം കൊണ്ട് വേറെ പലതും നേടിയെടുക്കാൻ സാധിക്കുന്നു. വായിക്കണമെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകണം, പുസ്തകങ്ങൾ ഉണ്ടാകണം. പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങുവാൻ എന്റെ മനസ്സിപ്പോൾ സമ്മതിക്കുന്നില്ല. ഇസ്ലാമികമായ പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമാക്കുവാൻ എന്റെ കയ്യിൽ ഇപ്പോൾ മുടക്കാൻ പണമില്ല. ഇനി വേണമെങ്കിൽ പണം മുടക്കിയാൽ തന്നെയും വായിക്കാൻ എന്റെ വീട്ടിലാണില്ല, എനിക്കതിന് ഇപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ചില ഇഷ്ടപ്പെട്ട വ്യക്തികളെങ്കിലും ഉണ്ട്. പക്ഷേ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലഖിലെ നാം നേരത്തെ പറഞ്ഞിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള ആയത്തിന്റെ തുടർച്ചയായി പറയുന്നത് ശ്രദ്ധേയമാണ്. കല്ല,
ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ. അങ്ങനെ വേണ്ട കേട്ടോ. വായിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു, വായനയുടെ അനന്തമായ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അറിവിന്റെ അനന്തമായ വികാസത്തിലേക്ക് ഉയരണമെന്ന് പഠിപ്പിച്ചു. തൂലിക പിടിക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അള്ളാഹു മനുഷ്യന് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഔദാര്യം എന്ന് സൂചിപ്പിച്ചതിന് ശേഷം ഈ കാര്യം മനസ്സിലാക്കി വായനയുടെ അനന്തമായ മേഖലകളിലേക്ക് പോകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, കല്ല, അങ്ങനെ വേണ്ട കേട്ടോ. ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ അതിക്രമകാരിയായി. അൻ റആഹു ഇസ്തഗ്നാ, അവൻ സ്വന്തത്തെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടു. ഞാൻ വായിക്കേണ്ടതില്ല എന്ന് പറയുന്നവൻ ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെ എനിക്ക് മതി, അതിനപ്പുറത്തേക്ക് എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് ധിക്കാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ധിക്കാരികളായി മാറുവാൻ പാടില്ല, നിഷേധികളായി മാറുവാൻ പാടില്ല. അത്യുന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളായി മാറണം. നമ്മുടെ ബുദ്ധിയുടെ കാര്യക്ഷമത ശരിയാം വിധം നിലനിർത്താൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ കഴിയണമെങ്കിൽ സൂചിപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി മാറിയേ പറ്റും. അതിന് പര്യാപ്തമാക്കി തീർക്കുന്ന, അള്ളാഹുവിനെ അറിയാൻ സാധിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല മോക്ഷത്തിന്റെ മാർഗമായി അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളുമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ ഉപകരിക്കുന്ന നിശബ്ദമായ ഒരു ഗുരുനാഥനായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒട്ടധികം ഗ്രന്ഥങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പീരിയോഡിക്കലാണ് നാർപദം എന്ന് പറയുന്ന വായന. അതിന്റെ പ്രചാരണ മാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന സന്ദർഭമാണിത്. ഒരു വിശ്വാസി അനിവാര്യമായും മനസ്സിലാക്കേണ്ട വിശ്വാസപരമായ, കർമ്മപരമായ, ആരാധനാപരമായ കാര്യങ്ങളൊക്കെ അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങളുണ്ട്, വിശുദ്ധ ഖുർആൻ പരിഭാഷയുണ്ട്, ഹദീസ് വിവർത്തനമുണ്ട്. ആനുകാലികമായ വിഷയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആനുകാലികമായ വിഷയങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ പ്രാമാണികമായ നിലപാട് എന്താണ്, ഒരു വിശ്വാസി ഏതൊരു വീക്ഷണത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും അതിന്റെ വരിക്കാരായി മാറണം. നമ്മുടെ കുടുംബങ്ങളിൽ അത് പ്രചരിപ്പിക്കണം. നമുക്ക് ബന്ധമുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും. ആ വ്യക്തികളിലേക്കൊക്കെ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ വരിക്കാരായി ചേരുന്നതിന് വേണ്ടി നാം പ്രേരണയും പ്രോത്സാഹനവും നൽകണം. സമയമില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല, സമ്പത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ആ ഒരു പ്രസിദ്ധീകരണം മാത്രമല്ല, നമ്മുടെ ശരിയായ വിധമുള്ള ആശയം എന്താണ്, ആദർശം എന്താണ് എന്നും പ്രാമാണികമായി നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കി തരുന്ന ഒട്ടധികം പുസ്തകങ്ങൾ ഇന്ന് വിരചിതമായിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ചുകൊണ്ട് ഉയർന്ന അറിവിന്റെ ഉടമകളായി മാറുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാറുള്ളത്, ചിന്തിക്കാറുള്ളത്, അന്വേഷിക്കാറുള്ളത് മരണം വരുന്ന ഘട്ടത്തിലാണ്. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തി മരണപ്പെട്ടാൽ മയ്യത്തിന് ഇമാമത്ത് നിൽക്കണം എന്നുള്ള ഒരു ഉൾപ്രേരണ ഉണ്ടാകും, കുടുംബക്കാരുടെ സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ ഏത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്, എത്ര തക്ബീറുകളുണ്ട്, ഓരോ തക്ബീറിലും എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പ്രാർത്ഥന, ആ പ്രാർത്ഥന ഏതുവരെ ചൊല്ലണം, നാലാമത്തെ തക്ബീറിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും പലരും അന്വേഷിക്കാറുള്ളത് മയ്യത്ത് മുമ്പിലെത്തിയതിനു ശേഷമാണ്. എന്നാൽ അതിനു മുമ്പേ നാം അറിയേണ്ട, നാം മനസ്സിലാക്കേണ്ട ഒട്ടധികം കാര്യങ്ങൾ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ,
ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വിരചിതമായിട്ടുള്ള ഒട്ടധികം പ്രസിദ്ധീകരണങ്ങൾ, ഒട്ടധികം പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത് തേടിപ്പിടിക്കുവാനോ അന്വേഷിക്കുവാനോ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുവാനോ പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട അവരുടെ ഭൗതികമായ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒട്ടധികം പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യാനുള്ള ഒരു ടൂൾ ആ കുട്ടിയുടെ കയ്യിൽ, ആ കുടുംബത്തിന്റെ കയ്യിൽ, കുടുംബിനിയുടെ കയ്യിൽ കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഃഖത്തിന്റെ ഉടമകളായി മാറാതിരിക്കാൻ, ദുഃഖിപ്പിക്കുന്ന ആളുകളായി മാറാതിരിക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ ബുദ്ധി ശരിയാം വിധം പ്രയോജനപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് നല്ല മാർഗത്തിൽ ഉപയോഗിക്കുക. സമയം ക്രിയാത്മകമായ മേഖലയിൽ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ബുദ്ധി ശരിയാം വിധം നിലനിൽക്കുന്നതിന് വേണ്ടി, ബുദ്ധിയുടെ ഉൽപാദനം ശരിയാം വിധം നിലനിൽക്കുന്നതിന് വേണ്ടി അറിവിന്റെ അനന്തമായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അറിവ് ആവാഹിച്ച് ആ അറിവ് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖാത്ത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ശരിയായ വിശ്വാസവും ആരാധനയും അനുഷ്ഠാന കർമ്മങ്ങളും മാത്രമല്ല, നേരാം വിധമുള്ള സംസ്കാരവും എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമായ ഒരു അധ്യാപനമാണ് വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനം. അതിൽ പലപ്പോഴും സ്ത്രീകളുടെ വേഷവിധാനത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യാറുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമികമായ സംസ്കാരം സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും സ്ഥാപനങ്ങൾ എതിർ നിന്നാൽ അതിനെതിരെ നാം ശബ്ദിക്കാറുണ്ട്. നമ്മുടെ കീഴിൽ, നമ്മുടെ വരുതിയിൽ നാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളിൽ, സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പുറത്തുള്ള സ്ഥാപനങ്ങളിൽ അതിനെതിരായ വല്ല തരത്തിലുമുള്ള പരാമർശങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രതിബന്ധങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ നാം അങ്ങേയറ്റം ശബ്ദമുയർത്തും. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു മേഖലയാണ്. സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം കൃത്യമായി നമുക്കറിയാം. എന്നാൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും ഇത്തരം അധ്യാപനങ്ങളുണ്ട്. അത് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. ആധുനികതക്കനുസരിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുരുഷന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വരാൻ പാടില്ല എന്നുള്ളത്, അത് പാന്റായിരുന്നാലും തുണിയായിരുന്നാലും പാടില്ല എന്നുള്ളത് ഒട്ടധികം ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കദിബ്. മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ നോക്കുകയില്ല. അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. അല്ലാഹു അവരെ കടാക്ഷിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംസ്കരിക്കുകയില്ല. ആരാണ് ആ മൂന്ന് വിഭാഗം? ഒന്നാമത്തെ വിഭാഗം അൽ മുസ്ബിൽ, തന്റെ തുണി നിലത്ത് വലിച്ചിഴക്കുന്നത്. രണ്ട്, അൽ മന്നാൻ, കൊടുത്തതെടുത്തു പറഞ്ഞുകൊണ്ട് നോവിക്കുന്നത്. മൂന്നാമത്തവൻ
അസത്യം പറഞ്ഞുകൊണ്ട് തന്റെ ചരക്ക് വിൽപ്പന നടത്തുന്നവൻ. ഈ മൂന്നാളുകളെയും അള്ളാഹു കടാക്ഷിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംസ്കരിക്കുകയില്ല. അള്ളാഹു അവരോട് സംസാരിക്കുന്നതുമല്ല എന്ന പ്രവാചകൻ. വീണ്ടും ഹദീസിൽ നമുക്ക് കാണാം, നിര്യാണിക്ക് താഴെയുള്ള ഭാഗം ഫിന്നാരി, നരകത്തിലാകുന്നു. വേറെയും ഹദീസിൽ നമുക്ക് കാണാം, അത് അഹംഭാവത്തോടു കൂടിയാണെങ്കിൽ, അഹങ്കാരത്തോടു കൂടിയാണ് ഒരു വ്യക്തി തന്റെ വസ്ത്രം നിലത്ത് വലിച്ചിഴക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നരകത്തിൽ തന്നെയായിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, അൽ ഇസ്ബാൽ ഫിൽ ഇസാരി വൽ ഖമീസി വൽ അമാമ മൻ ജറ മിൻക ശൈഅൻ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഈ വലിച്ചിഴക്കുക എന്ന് പറയുന്നത് തുണിയിലുണ്ട്, ഖമീസ് കുപ്പായത്തിലുണ്ട്, വൽ അമാമ തലപ്പാവിലുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒരു വ്യക്തി അഹങ്കാരത്തോടുകൂടി വലിച്ചിഴക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് കടാക്ഷിക്കുകയില്ല, അവനിലേക്ക് നോക്കുകയില്ല. അപ്പോൾ ആവശ്യത്തിലധികം വസ്ത്രം എടുക്കാൻ പാടില്ല. ഒരേ വസ്ത്രത്തിൽ തന്നെ നമുക്ക് എത്രയാണ്, നിര്യാണിക്ക് താഴെയുള്ള പാന്റ് നരകത്തിലാണ്, അതിനപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പർദ്ദ ധരിക്കുന്ന സ്ത്രീ ആകട്ടെ, അവൾ ആവശ്യത്തിലധികം വസ്ത്രം എടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ തോരണങ്ങൾ വരുത്തിക്കൊണ്ട് വലിച്ചിഴയ്ക്കുവാൻ പാടില്ല, അതും നരകത്തിലാണ്. അമാമ, തലക്കെട്ട് പോലും നരകത്തിലാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി കൃത്രിമമായ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് അഹന്ത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി തലപ്പാവിന്റെ ദൈർഘ്യമുണ്ടാക്കിയാലും തലപ്പാവിന്റെ വലിപ്പം കൂട്ടിയാലും ഫിന്നാരി, നരകത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കടാക്ഷിക്കുകയില്ല എന്നാണ് സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംസ്കാരമെല്ലാം ശരിയാം വിധം മനസ്സിലാക്കി പിന്തുടരുന്ന ശരിയാം വിധമുള്ള വിശ്വാസികൾ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒട്ടധികം സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം കൃപയും സമാധാനവും നൽകുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സഹോദരി, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ നേരത്തെ മനസ്സിലായിട്ടില്ല, ചില വയറുവേദന വന്നു, ഡോക്ടറെ കണ്ടു, ഇനി വിദഗ്ധമായ ചില ചികിത്സയ്ക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ആശ്വാസവും സമ്പൂർണമായ ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ ശരിയാനും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ വിശ്വാസികൾ ഉൾപ്പെടുന്നതിന് വേണ്ടി ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകുന്നതിന് വേണ്ടി, ആവശ്യമായിട്ടുള്ള ബോധനം നൽകുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. വീഴ്ചകൾ അവർ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.